ഹലോ ഗൈസ്, കുറേ പേര് ചോദിച്ചു നമ്മുടെ കൂട്ടി കിടക്കുന്ന പൂവങ്കോഴി ഏതായിട്ടെന്ന്. ഈയിടെ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ജെമിനിനെ പറഞ്ഞൊരു വീഡിയോ ചെയ്യിച്ചിരുന്നു. പക്ഷേ ആ വീഡിയോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കട്ടെ എന്താ ഈ പറയുന്നത്. അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ പറയാമെന്ന് ഓർത്തു. നമ്മുടെ ഈ പൂവങ്കോഴി ഐറ്റം നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതിന് കേട്ടോ. ചെറുപ്പത്തിലാണ് കിട്ടിയത്. നമുക്ക് ഒരാളുടെ നിന്ന് മേടിച്ചതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് വലുതാക്കി എടുത്ത. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാമ്പിനെയൊക്കെ തിന്ന് ബോധം കെട്ടൊക്കെ പോയായിരുന്നു. ബോധം കെട്ടൊക്കെ മാറി. ഇവനും ഒന്നിച്ചുള്ളതാണ്. ഇവർ രണ്ടും ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയതാണ്. പിന്നെ നമ്മുടെ കോഴിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഗോതമ്പാണ് ഇത്. നമ്മളിങ്ങനെ കൂടിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ കെട്ടുകൾമാരൊക്കെ തിന്നിട്ടെന്ന് ഉറപ്പ് വരുത്തിയാലേ അത് തൊട്ട് നോക്കുള്ളൂ. ഉണ്ടോ, കെട്ടുകൾമാരൊക്കെ എല്ലാവരും തിന്നോന്നൊക്കെ നോക്കിയിട്ടേ അത് തിന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ പരുപാമ്പിന് എന്തോ പാമ്പിനെല്ലാം കടിച്ച് ബോധമെല്ലാം കെട്ട് പോയി തീരുമെന്നൊക്കെ ഓർത്താണ്. പക്ഷേ തീർന്നില്ല. നല്ല മാഷാഅല്ലാഹ് ഒരു അടിപൊളി കോഴിയാണ്. കാണാനൊക്കെ നല്ല രസമാണ്. നല്ല സ്റ്റൈൽ. അതിൻ്റെ കളറൊക്കെ ഭയങ്കര സ്റ്റൈൽ. അതിൻ്റെ പൂവൊക്കെ കണ്ടില്ല, അത് വേറെ പൂവന്മാരുമായിട്ട് അടിയുണ്ടായിട്ട് പൂവൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ സീനില്ല. നല്ല നല്ല കാണാൻ നല്ല സ്വർണം പോയി. ഇതെന്താണ് ഇവര് നോക്കുന്നതിന്? പ്രശ്നമൊന്നുമില്ല, വീഡിയോ എടുക്കാൻ വന്നതാണ്. ഓക്കെ, അപ്പം അതാണ് നമ്മളെ പൂവൻകോഴി. പൂവൻകോഴിയുടെ ശാസ്ത്രീയ നാമവും അതിൻ്റെ പേരെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു തരണം. ഏതായാലും കാണാനൊക്കെ നല്ല ഗ്ലാമറാണ്. നോക്കിയേ, ഈ 11 കെട്ട്, ഈ 11 പേരുണ്ട്. 8 പേരുണ്ടായിരുന്നു, 11 പേരുണ്ടായിരുന്നു. ഇപ്പോൾ 8 പേരേ ഉള്ളൂ. ഇവർക്കെല്ലാം കൂടെ ആകപ്പാടെ ഈ ഒരു പൂവൻകോഴിയേ ഉള്ളൂ നമുക്ക് കിട്ടിയതിനായിട്ട്. അപ്പം ഇതാണ് ഐറ്റം. നമ്മൾ കൊടുക്കണോ, കുറേ പേര് കൊടുക്കാമെന്ന് ചോദിച്ചാൽ മെസ്സേജ് അയച്ചിരുന്നു. കൊടുക്കാനും നമുക്ക് ആലോചിച്ചിട്ടില്ല. ഭാവിയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എന്തായാലും മെസ്സേജ് അറിയിക്കാം. അപ്പം ഈ കോഴി കണ്ടില്ലേ, നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോഴേ തിരിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഈ കോഴിയാണ്, ഐറ്റം ഇതാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ, പേരുകൾ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. കോഴിയുടെ അടിയൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ പൂവൊക്കെ കാണണം. അപ്പുറത്തെ പൂവൻകോഴികളായിട്ട് അടിയുണ്ടായിട്ട് തൊലിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മുട്ട ഉണ്ടോ നോക്കാം. മുട്ടയിടാൻ ആൾ ഇരിപ്പുണ്ട് കേട്ടോ. മുട്ടയിടാൻ ആൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു വൈകിട്ടാകുമ്പോൾ നമുക്ക് മുട്ട എടുക്കാം. ഇവരൊക്കെ മുട്ട ഇടുന്നതാണ്. നമ്മൾ ഈ തീറ്റ കൊടുത്തിട്ട് ഇവരൊക്കെ നെയ് മുറ്റി പോയിട്ടുണ്ട്. നെയ് മുറ്റുമെന്ന് നമുക്കറിയാം. പക്ഷേ ഈ പട്ടിണി കിടന്നതുകൊണ്ട് നമ്മൾ ഉള്ള ചോറൊക്കെ എടുത്ത് കൊടുക്കും. അതാണ് പ്രശ്നം. എല്ലാം ശ്രദ്ധിക്കട്ടെ. ഇവർ എന്തായി പറയുന്നതൊക്കെ ശ്രദ്ധിക്കുക. ഇവർ രണ്ടുപേരും ആണ് ആദ്യം നമ്മളിൽ ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുക നമുക്ക്. അപ്പം വേണമെങ്കിൽ തരാം. പൂവൻകോഴിനെ പറയാം. ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പം ആഗ്രഹമുള്ളതെന്നൊരു കമൻ്റ് ഇട്ടാൽ മതി. നമുക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പം ഇതിൻ്റെ കൂട്ടിലായിടുന്നു നമ്മളെല്ലാവരും. നല്ല കീരിശല്യമുണ്ട്. അപ്പോൾ കീരിശല്യം പറഞ്ഞിട്ട് നമുക്ക് അയൽവക്കക്കാർ അവിടെ പറമ്പൊക്കെ വെട്ടി തരുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.